ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നൊരു സൺഡേ ആണ്. അപ്പൊ ഞാൻ ദേ എണീറ്റിട്ടേ ഉള്ളൂ. ഇപ്പൊ സമയം 7:30 ആവണു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 8 മണി 9 മണിക്കൊക്കെ എണീക്കാറുള്ളൂ. ഇന്നിപ്പോ എണീറ്റത് ഇവിടെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് സർജറി കണ്ണിന്റെ കഴിഞ്ഞിരിക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് കുറെ നാളായി നമ്മുടെ പൂരം തുടങ്ങണേ മുന്നേ മാർച്ച് 22-ാം തീയതിയാണ് തൃശ്ശൂർ എക്സിബിഷൻ വന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലം എക്സിബിഷൻ കാണാറുണ്ട്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമില്ല, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് സമയമായി. പക്ഷേ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞ അമ്മ ഇല്ലേ പോണ്ടി അടിക്കുന്നതുകൊണ്ട് തന്നെ പിള്ളേരാണെങ്കിൽ ഇനി കുറച്ചും കഴിഞ്ഞാൽ കഴിയില്ല എക്സിബിഷൻ. അപ്പോൾ നിങ്ങൾ പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകണം. പിള്ളേരാണെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു അമ്മൊക്കെ. അപ്പോൾ അതുകൊണ്ട് പോകാണ്ടിരിക്കാനും പറ്റില്ല. അമ്മയാണെങ്കിൽ തീരില്ല എന്നും പറഞ്ഞു. കാരണം അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ആളുകളും പൊടിയും കാര്യങ്ങളൊക്കെ വല്ല ഇൻഫെക്ഷൻ വന്നാലും ഒന്ന് പേടിച്ചിട്ട്. പക്ഷെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ വലിയ റെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട, സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അമ്മയുടേതായിട്ടുള്ള ചെറിയൊരു എന്താ പറയുക പ്രിക്കോഷനൊക്കെ എടുക്കുന്നതാണ് ആള്. കുറച്ചും കഴിഞ്ഞിട്ടൊക്കെ ഇനി പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദേ മെയ് അവസാനമായി, ഇനിയിപ്പോൾ കഴിയും. എന്നാൽ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ തീ കൂട്ടണം, അതാണ് അടുത്ത പണി. തീ കൂട്ടണം, പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചയ്ക്കുള്ള കറിയും കാര്യങ്ങളും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇന്നപ്പോൾ നമുക്ക് പുട്ടും മുതിരക്കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ മുതിര അങ്ങനെ അരിക്കാട്ടോ, ചിലപ്പോൾ കല്ലുണ്ടാവേ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ കല്ല് കിട്ടും എന്നാണ് പറയാറ്. കല്ല് കിട്ടാറുണ്ട് കേട്ടോ. അതിങ്ങനെ അരിച്ചാണ്. ഇന്നപ്പോൾ നമുക്ക് നമ്മുടെ റൈസിന്റെ പുട്ടുപൊടി കേട്ടോ. നമ്മൾ ഗോതമ്പിന്റെയും അതുപോലെ ഓട്സിന്റെയും പിന്നെ റാഗിയുടെയും അങ്ങനെ പിന്നെ ചോളം പിന്നെ നമ്മുടെ ചെമ്പാരിയില്ലേ അതിൻ്റെയൊക്കെ പൊടികൾ ഉണ്ടാക്കാറുണ്ട്. പുട്ട് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് പുട്ടുണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ അമ്മൂനും പാറുവിനൊക്കെ എല്ലാം കഴിക്കെങ്കിലും കൂടുതൽ ഇഷ്ടം ഈ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കണ കുതിർത്തുണ്ടാക്കണ പുട്ടുപൊടിയില്ലേ അതിൻ്റെയാണ്. അത് നല്ല സോഫ്റ്റ് പഞ്ഞ് പോലെ ഇരിക്കണതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അതെടുത്തത്. പഴമൊന്നുമില്ല, കറി കൂട്ടി കഴിക്കാം. തേങ്ങ ചിരകണം, പിന്നെ ചീര മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കണം. അതൊക്കെയാണ് പണി. എന്നിട്ട് വേണം കഴിച്ചിട്ട് ഇറങ്ങാൻ. അതേ നമ്മുടെ പുട്ടുപൊടി ഇങ്ങനെ പഞ്ഞി പോലെ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുതിരാൻ വെച്ചാലേ ഒന്നും കൂടി ഒന്ന്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് പൊടി നനയ്ക്കാം. അതായത് ഒന്ന് തിരുമ്പി കൊടുക്കാം. കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അടിപൊളിയാവും. അങ്ങനെ നമ്മുടെ പാറക്കുട്ടി എന്റെ കൂടെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ തള്ളി മറിച്ചിടുകയാണ് കേട്ടോ പുട്ടിന്. അതിന്റെ ഇടയ്ക്ക് പാറക്കുട്ടി അടുക്കളയിൽ വന്നു. നേരത്തെ എന്റെ ഒപ്പം എണീറ്റിട്ട് ടി വി കാണാതിരിക്കായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പാറക്കുട്ടി പിന്നെയും പോയിട്ട് ടി വി കാണാം. അപ്പൊ ഞാൻ അമ്മയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ചീര ഇന്നലെ ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഉണ്ടാവില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടി ഒരു നേരത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ചേട്ടൻ വന്നിട്ട് പിള്ളേരൊന്നും ഇല്ലല്ലോ, വാ നമുക്ക് കുറച്ചൊരു സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ഉറങ്ങാണ്, പാറ അപ്പുറത്താണ്. അങ്ങനെ ദേ ചേട്ടൻ ഇവിടെ എന്തോ അടുക്കളയിൽ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ നോക്കിക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്മയ്ക്കും പാറുവിന് ഫുഡ് കൊടുത്തു കേട്ടോ. പിന്നെ ദേ അമ്മു എണീറ്റ്. അപ്പൊ പോണ്ടേന്ന് വെച്ചപ്പോ അമ്മുനെ ഞാൻ പോയി വിളിച്ചു. അമ്മു എണീക്കടാന്നൊക്കെ പറഞ്ഞ ആള് എണീറ്റു. അങ്ങനെ ദേ അമ്മുന് ഞാൻ പുട്ടും നമ്മുടെ മുതിരക്കറിയും കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് മരുന്ന് ഒഴിക്കാനുണ്ടായിരുന്നു. അത് ഇപ്പൊ സമയത്തിന്റെ അതായത് ഇത് കുറഞ്ഞു കേട്ടോ. മറ്റേത് 6-7 തവണ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ 5 തവണ 3 തവണ അങ്ങനെയൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ അമ്മയ്ക്ക് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. കാഴ്ചയൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർക്കുട്ടി ഫുഡ് കഴിച്ച് തന്നെ കോലാണ് കാണുന്നത്. അപ്പൊ ചേട്ടൻ അവിടെ ഇരിക്കാൻ വേണ്ടി അതൊക്കെ തട്ടിക്കളയും ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ ചേട്ടന് ഞാൻ നമ്മുടെ സ്മൂത്തിയും ബുൾസയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടിപ്പുവിന്റെ ഫുഡാട്ടോ. ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് പോണത്. പിന്നെ പുട്ടിന് ഒരു കഷ്ണം കൂടെ ഉള്ളൂ, ബാക്കിയൊക്കെ എല്ലാവരും കഴിച്ചു. പിന്നെ മുതിരക്കറി ഉണ്ട്, പിന്നെ നമ്മുടെ ചീരത്തോരൻ വെച്ചിട്ടുണ്ട്, നമുക്കിവിടെ ചോറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ അതേ പാർക്കുട്ടീനെ കുളിപ്പിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ
എന്താണെന്നറിയില്ല, ഒരു സുഖമില്ല. അപ്പോൾ എനിക്കങ്ങനെ വിശക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് കാപ്പിയാണ് എടുത്തത്. കുറച്ച് ശർക്കര ഇട്ടു കേട്ടോ. എന്താ വെച്ചാൽ ഇന്ന് എന്തോ ഒരു പൂതി, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ശർക്കര ഇട്ടിട്ടാണ് കുടിക്കണത്. എനിക്ക് വേറെ ഒന്നും അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിച്ചില്ല. പാറക്കുട്ടി ഇതേ അവിടെ കളിക്കുന്നുണ്ട് അമ്മച്ചീൻ്റെ കൂടെ. പന്തിടും, പന്ത് അങ്ങ് തിരിച്ചിടും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ പാറക്കുട്ടീനെ കുളിപ്പിച്ചപ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ചിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് ഈ പാറക്കുട്ടി എന്തൊക്കെയോ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാനും ദേ കുളിച്ചതിനിടയിൽ എനിക്കൊരു ഷോർട്സ് എടുക്കാണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്തു. പിന്നെ ഞാൻ കുളിച്ചത് ഈ ഒരു ഡ്രസ്സ് ഇടണം കേട്ടോ. ഇതെനിക്ക് നല്ല ഭംഗിയായിട്ട് പാകമായിട്ടോ. കുറച്ച് അതിന്റെ ബാക്കിൽ പൊളിവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മുടെ പാറക്കുട്ടി അമ്മക്കുട്ടി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അമ്മൂതേ വന്നിട്ടുണ്ട്. പാറ അവിടെ നിന്ന് കണകുണന്ന് പറയുന്നുണ്ട്. ഞാൻ വന്നു എടുക്കാം, വെയിറ്റ്, അമ്മയുടെ കഴിഞ്ഞിട്ട് അമ്മ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചേച്ചി മുടി കെട്ടി കൊടുക്കാന്നും പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ദേ ഈ രണ്ട് സാധനമായിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കണേ. ഈ ഒരു ഗ്ലോ സിറം പ്ലസ് നമ്മുടെ ആ ഒരു ലാക്മിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല, വളരെ പൊട്ടായിട്ട് എടുക്കുള്ളൂ, ജസ്റ്റ് ഒരു സ്മൂത്ത് ഫിനിഷിന് വേണ്ടി മാത്രം. അങ്ങനെ ദേ പാറക്കുട്ടീനെ മുടിയിൽ എന്തൊക്കെയോ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതൊന്നും അധികം നേരത്തേക്കില്ല, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, എങ്കിലും ജസ്റ്റ് ഒരു സമാധാനത്തിന് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ കെട്ടിക്കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അഴിച്ചെടുക്കുന്നത് ഊരിപ്പോയി എന്ന് പറയും, കളയില്ല കേട്ടോ. പിന്നെ അങ്ങനെ എടുത്ത് കൊണ്ടുവരും. അതിന് ശേഷം ഞാൻ ഗ്ലോസർ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് കണ്ണിന്റെ ചോടയും അതുപോലെ തന്നെ ആ ഒരു ഒന്ന് സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടി എല്ലാം അവിടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ പറയാ ബ്ലഷ് ആയിട്ടത്. എന്താണെന്നറിയില്ല, ഭയങ്കര ഇതായി പോയി ഇതിനോട്, ഈ ബ്ലഷിനോട്. കാരണം ഇതേ അമ്മോട് ഡാൻസ് കളിക്കണം, പാട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരിക്കലും പോകാൻ നേരത്തെ പാട്ട് വയ്ക്കും. മെയിനായിട്ട് അമ്മ വയ്ക്കുക, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോ തുള്ളലായിരിക്കും. അങ്ങനെ അപ്പൊ ഞാനിവിടെ അമ്മ കാണിച്ചപ്പോ അമ്മ മനസ്സിലായി ഞാൻ എന്റെ വീഡിയോയിൽ കാണുന്നപ്പോഴേക്കും അമ്മ ഓടിയിട്ട്. അങ്ങനെ അപ്പൊ ദേ നമ്മൾ ഈ ബ്ലഷ് ഇട്ട് കൊടുത്തു. നല്ല ബ്ലഷ് ആട്ടോ ഇത്, നല്ലതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലഷ് ഇഷ്ടമുള്ളവർക്ക് മേടിക്കാൻ പറ്റില്ല, ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക്. 10-300 രൂപയുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഇന്നൊരു പിങ്ക് കോംബോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആദ്യം ലിപ്സ്റ്റിക് ഇട്ടു, പിന്നെ ആലോചിച്ചു ലിപ് ലൈൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ ഓർത്തിട്ട് ഈ ഒരു ലിപ് ലൈൻ ചെയ്തു. പാക്കിന്റെ ലിപ് ലൈൻ ആട്ടോ അത്, നല്ല ലൈനറാ. അത് വെച്ചിട്ട് ഒരു പിങ്ക് ലൈനർ തന്നെയാട്ടോ. പിന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബോബി ബ്രൗണിന്റെ ലിപ്സ്റ്റിക് ആട്ടോ. നല്ലൊരു പിങ്ക്, റോസി പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതൊരു നല്ലൊരു റോസ് പിങ്ക് ലിപ്സ് തോന്നിക്കണ പോലെ മാതിരിയുള്ളതാണ്. പിന്നെ ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണതാട്ടോ. അതായത് നമ്മുടെ ലിപ്സ് ഇങ്ങനെ പ്ലംബ്ഡ് ഇങ്ങനെ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഇത് നമ്മള് കുറെ അധികം ഓയിലി ഫുഡ് അല്ലെങ്കിൽ അങ്ങനെ ലിപ്സിൽ നിന്ന് അങ്ങനെ നല്ല രീതിക്ക് തന്നെ ലിപ്സിൽ ആയി കഴിച്ചു കഴിഞ്ഞാൽ അത് പോവും. ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള മേക്കപ്പ് എന്ന് പറയാൻ ചെറുതായിട്ട് കഴിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചേട്ടന് വെള്ളം വെക്കണം, പിള്ളേർക്ക് വെള്ളം എടുക്കണം, പാർക്കുട്ടിയുടെ ഒരു ഡ്രസ്സ് എടുക്കണം, ഹാൻഡ് ബാഗ് എടുക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇപ്പൊ ഞങ്ങളുടെ ഇറങ്ങാനായിട്ട്. അപ്പേ നമ്മുടെ ഭാരത പുഴയുടെ മുകളിലൂടെ നമ്മുടെ കുറ്റിപ്പുറം പാലത്തിലൂടെ ആയിട്ട് നമ്മൾ പോണത്. ഞങ്ങളുടെ യാത്രകളൊക്കെ മിക്കതും ഇതിലാണ്, തൃശ്ശൂർക്ക്. അങ്ങനെ അപ്പതേ നമ്മുടെ പാറക്കുട്ടി അമ്മക്കുട്ടിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിബിഷൻ കാണാം. അതിന് മുന്നേ ഫുഡ് കഴിക്കണം. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോ ചേട്ടൻ പുറത്തുനിന്ന് കഴിക്കാം. അപ്പോ ഏകദേശം ഒരു ഉച്ച ആവാറായിണ്ട്, അവിടെ എത്താറാവുമ്പോ ഉച്ചയാവും. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിള്ളേര് ആകെ എക്സിബിഷൻ ഹോളിൽ നിന്ന് ഓടിപ്പോരേണ്ടി വരും വിശക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലത്ത് കയറി. എന്നിട്ട് ഞങ്ങള് ആദ്യം ഞങ്ങള് ജ്യൂസും അതുപോലെ തന്നെ മന്തിയാണ് പറഞ്ഞത്. ഞങ്ങൾ കുറെ കാലമായിട്ട് മന്തി അങ്ങനെ കഴിക്കാറില്ല. ഇവിടെ ചെന്നപ്പോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് മന്തിയാണ്. അപ്പൊ പിന്നെ വേറെ നിവർത്തിയില്ല. അപ്പൊ ഞങ്ങള് ചിക്കനും മന്തി കഴിച്ചു. അപ്പൊ ജ്യൂസ് ആദ്യം വന്നു, അവസാനം വരേണ്ട സാധനം ആദ്യം വന്നു. അപ്പൊ ഞാൻ എന്തായിരുന്നു, ഞാനത് കുടിച്ചു, പൈനാപ്പിൾ ആട്ടോ. അപ്പൊ അത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ മന്തി വന്നു. മന്തി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ചിക്കൻ മാത്രം നമ്മൾ കഴിക്കണം. അപ്പൊ റൈസ് ഞാൻ വളരെ കുറച്ചില്ല, ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ ചിക്കനാണ് കൂടുതൽ കഴിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ ചിക്കനാണ് ഏറ്റവും കൂടുതൽ കഴിക്കാറ് കേട്ടോ. ഇങ്ങനത്തെ മന്തി എനിക്ക് എന്താ അറിയില്ല, തീരെ കഴിക്കാനൊന്നും ഇഷ്ടമില്ല. അപ്പൊ പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അമ്മുക്കുട്ടിയും പാർക്കുട്ടിയും ഉറങ്ങി. പാർക്കുട്ടി നല്ല ഉറക്കം, അമ്മുക്കുട്ടി ഉറങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ നമ്മുടെ എക്സിബിഷന്റെ അവിടെ എത്തി. പൂരപ്പറമ്പിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ഇനി എക്സിബിഷൻ കാണാൻ ഇറങ്ങാട്ടോ. അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു തീമിലാട്ടോ എക്സിബിഷന്റെ ആ ഒരു എൻട്രൻസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആദ്യം വാങ്ങിച്ചത് നമ്മുടെ പല്ലിനെ ഓടിക്കണ സാധനം കേട്ടോ. വീട്ടിൽ നിറച്ച് പല്ലിയാണ്. പൈസ ചേട്ടൻ വന്നത് ഒട്ടിച്ച് വെച്ചാൽ മതി, പല്ലി വരില്ലാന്ന് അറിഞ്ഞൂടാ. നോക്കാൻ എന്തായാലും ഞാൻ പറയാട്ടോ. പിന്നെ അത് പാർക്കുട്ടിയുടെ സെക്ഷൻ. പിന്നെ നമുക്ക് മഴക്കാലൊക്കെ അല്ലേ, അപ്പൊ നമ്മുടെ ഈ എന്താ പറയാ കുരുമുളകും ചുക്കൊക്കെ ഇട്ടിട്ടുള്ള കരിപ്പെട്ടിയുടെ ഒരു മിക്സ് മേടിച്ചു. അതായത് ബോക്സ് മേടിച്ചു 250 ഗ്രാം. പിന്നെ വന്നിട്ട് പഴയകാല മിഠായി. അപ്പൊ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടം പുളിമിഠായി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മേടിച്ചു. പിന്നെ അതേ നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഇന്നർ വെയർ, അപ്പൊ അമ്മൂനും കുറച്ച് ഇന്നർ വെയർ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പൊ വലിയ കുഴപ്പമില്ല, എത്ര റേറ്റ് ഉണ്ട്. അപ്പൊ മേടിച്ചു. പിന്നെ അതേ പാർക്കുട്ടിക്ക് പോളം വേണമെന്ന് പറഞ്ഞു പോളം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അമ്മക്കുട്ടി കേട്ടോ
പാറുവിനെ എടുത്തുകൊണ്ട് നടക്കണേ. പിന്നെ ഈ ഒരു സംഭവത്തിൽ പോണെന്ന് പാറു പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങള് ഇതിൽ കയറാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ഞങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നിയില്ല കേട്ടോ, ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ. എന്നാലും പിന്നെ കേറി. പിന്നെ ബുക്ക് സ്റ്റോൾ കണ്ടാൽ ഞങ്ങൾ വിടില്ല. അതുകൊണ്ട് തന്നെ ബുക്ക് സ്റ്റോളിൽ മസ്റ്റ് ആയിട്ട് ഞങ്ങൾ കയറും. ഞാനും അമ്മും ബുക്ക് വായിക്കുന്ന ആളാട്ടോ. പിന്നെ എനിക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. എന്റെ വീട്ടിൽ എനിക്കൊരു എന്താ പറയാ, ഒരു വലിയൊരു ഷെൽഫ് നിറച്ച് ബുക്കാട്ടോ. അപ്പൊ ഞാൻ വായിക്കാത്ത ഫ്രാൻസിസ് ടിക്കോര എന്നൊരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് ഞാൻ അന്വേഷിച്ച് നടക്കണം. എനിക്ക് കിട്ടിയില്ല, ഓൺലൈൻ വഴി കിട്ടും തോന്നുന്നു. അങ്ങനെ അത് കിട്ടിയില്ല. അപ്പൊ 3 ബുക്ക് മേടിച്ചു കേട്ടോ. പിന്നെ അവിടെ ഒരു ബ്ലൂബെറി ചീസ് ഐസ്ക്രീം കണ്ടു. സൂപ്പർ ആയിട്ടുണ്ട്. എന്ത് രസമാണെന്ന് അറിയോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങള് എല്ലാം കണ്ട് അങ്ങനെ ഇറങ്ങി. ചേട്ടനപ്പൊ അവിടെ എന്തോ നമ്മുടെ സോളാറിന് എന്തോ കണ്ടു. അപ്പൊ അവിടേക്ക് കയറിയപ്പോ ഞാനും അമ്മുക്കുട്ടിയും പാർക്കുട്ടിയും കൂടി ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് കുറച്ചാൽ ഇവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ പുതിയതായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല, എന്നും കാണുന്ന സാധനങ്ങൾ തന്നെ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞങ്ങൾ എല്ലാ കൊല്ലവും വരും, എല്ലാം കാണും. വളരെ ചുരുക്ക സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളൂ. കണ്ടിങ്ങനെ ആസ്വദിച്ചെല്ലാം പോകും കേട്ടോ. അത് ഞങ്ങൾക്ക് പിള്ളേർക്ക് എനിക്കും ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ കാര്യം അധികം മേടിക്കാറില്ല. അങ്ങനെ ഞങ്ങള് ഇതൊക്കെ കണ്ട് ഇപ്പൊ ഞങ്ങള് തിരിച്ചു പോകട്ടോ. തിരിച്ചു പോണ വഴിക്ക് ഞങ്ങളിവിടെ കുന്നംകുളത്ത് ഈ ബുക്കുകളൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടില്ലേ, ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ തോന്നും. ഭയങ്കര റേറ്റ് കുറവാണ്. അങ്ങനെ ഒരു കടയുണ്ട്. ഞങ്ങൾ എല്ലാ കൊല്ലം അവിടെ നിന്ന് മേടിക്കാറ്, കുന്നോളം ഭാഗത്ത്. പാറിന് പിച്ചണത് മേടിച്ചത് നമ്മുടെ ഇതില്ലേ, എന്താ പറയാനമ്മേനെ, എയർ ഡ്രൈ ക്ലേ. ആ സാധനത്തിനാണ് പിച്ചണത് എന്ന് പറയാ. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചില സാധനങ്ങള്, പിന്നെ നമ്മുടെ നറുനീന്തി സർബത്ത്, നമ്മുടെ കാർഷിക സർവകലാശാല അവരുടെ സ്റ്റാളില്ലേ, അവിടെ നിന്ന് മേടിച്ചത്. പിന്നെ നമ്മുടെ പണ്ടത്തെ കാലത്തെ മിഠായികള് അതൊക്കെ മേടിച്ചു. പുളിമിഠായിയൊക്കെ അത് മേടിച്ചു. പിന്നെ എന്നിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിച്ചു. എല്ലാ കൊല്ലമുള്ള പോലെ തന്നെ ഇപ്രാവശ്യം ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ കൊല്ലം ഞങ്ങൾ പോവാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. പിന്നെന്താ, ഇനിയിപ്പോ ഞങ്ങൾ അവിടെ പോയിട്ട് കുന്നംകുളത്ത് അവിടെ പോയിട്ട് ബുക്ക് മേടിക്കണം. ഞങ്ങൾ മെയിനായിട്ട് മേടിക്കുക അവിടെ നല്ല റേറ്റ് കുറവുണ്ടാവും. കാരണം എന്താ വെച്ചാൽ കുറേ പേര് എടുക്കുന്നതാ അവിടെ. ഞങ്ങൾ കുറച്ച് വർഷങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാറ് അമ്മൂനുള്ള ബുക്കുകൾ. അപ്പോ എന്റെ പാറോ അപ്പൊ അമ്മൂന്റെ ബുക്സ്, അതായത് നോട്ട് ബുക്കുകള്, ബാഗ്, പുസ്തകം, കൊട, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെ അപ്പൊ അവിടെ പോയിട്ട് ഞാൻ എടുക്കാം. എന്താ പാറോ കുറുമ്പിയെ തോറ്റു. അങ്ങനെ കുന്നംകുളത്ത് നമ്മള് ഈ ഒരു ഷോപ്പിലാട്ടോ നമ്മള് വന്നിട്ട് ബുക്ക് മേടിക്കാറില്ല. എല്ലാ കൊല്ലം മേടിക്കാറുണ്ട്. അപ്പൊ അമ്മുക്കുട്ടിക്ക് 10-30 നോട്ട് ബുക്കുകൾ വേണമായിരുന്നു. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത് മേടിച്ചു. പിന്നെ നയൻത്തിലേക്കൊക്കെ അല്ലേ കുറെ അധികം ബുക്ക് വേണം. അതൊക്കെ നമ്മൾ വാങ്ങി ബില്ല് ചെയ്തു കേട്ടോ. വരുമ്പോ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ കൊണ്ടുപിടിച്ച മഴയായിരുന്നു കേട്ടോ. പിന്നെ അമ്മേനെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു ഈവനിങ് ഒരു 6 മണി തുടങ്ങി നിർത്താതെയുള്ള മഴയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് കുറച്ച് സ്ലോ ആയിട്ടാ പോയത്. പിന്നെ 8 മണിയൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് എത്തുമ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ ഉച്ച ആവാറായപ്പല്ലേ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് കുറ്റിപ്പുറം പാലന്തേ കടത്തുന്നു. അങ്ങനെ പിന്നെ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പൊ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് കറിയൊന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പോണ വഴിക്ക് നമ്മുടെ അൽഫാമില്ലേ, അല്ല ഷവായി, സോറി, ഞങ്ങളൊക്കെ ഷവായിയുടെ ആൾക്കാരാട്ടോ. ഷവായി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ കൂട്ടി എല്ലാരും കൂടി, അമ്മയ്ക്കും കൂടി ഉള്ളത് മേടിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി എല്ലാരും കൂടി കഴിച്ച്. പിന്നെ കിടക്കുമ്പോ ഏകദേശം കാരണം പാറക്കൊന്ന് ഉറങ്ങിയതുകൊണ്ട്, കാറിൽ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നേരമായി. ഞങ്ങളിത് അഭിനയിച്ച് കിടക്കാട്ടോ ഉറങ്ങണ മാതിരി. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ അമ്മുക്കുട്ടി അപ്പുറത്തെ റൂമിലാണ്, ഞാനും ചേട്ടനും പാറുമായിട്ട് ഇവിടെ. പിന്നെ അമ്മ അപ്പുറത്തുണ്ട്. അങ്ങനെ അപ്പൊ ചേട്ടൊക്കെ അഭിനയിച്ച് കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ അഭിനയിക്കണം, ഞാൻ ചിരിക്കുന്നത് കണ്ടുകൂടെ, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുഞ്ഞൊരു നമ്മുടെ ഒരു സൺഡേ വ്ളോഗ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ലവ് യു.